ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന ഒരു കാച്ചിൽ പുഴുങ്ങുന്നതിൻ്റെ റെസിപ്പിയാണ്. ഇവിടെ നല്ല കാച്ചിൽ നോക്കി ഞാൻ എടുത്തിട്ടുണ്ട്. അധികം കേടൊന്നും ഇല്ലാത്ത കാച്ചിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് മണ്ണൊക്കെ കളഞ്ഞ് ഒന്ന് കഴുകിയിട്ട് ഞാൻ എടുക്കുന്നത് കേട്ടോ. അതായത് മണ്ണ് കളയാൻ വേണ്ടി മാത്രം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ തൊലിയൊക്കെ നന്നായിട്ട് കളഞ്ഞ് ക്ലീൻ ചെയ്ത് നമുക്കത് ആവശ്യത്തിന് വലുപ്പത്തിന് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം നമുക്ക് കൂടുതൽ ഇഷ്ടം കപ്പ, കാച്ചിൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കപ്പ, കാച്ചിൽ, ചേമ്പ്, ചേനയൊക്കെ. അപ്പം അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ളവരുണ്ടോ? അപ്പോൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം നമ്മളിവിടെ കാച്ചിൽ നന്നായിട്ട് ക്ലീനാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് വാഷ് ചെയ്തെടുക്കുക. വാഷ് ചെയ്ത് നന്നായിട്ട് അതിലെ അഴുക്കെല്ലാം പോയി നല്ല ക്ലീനാക്കി കിട്ടണം. അതിനകത്തൊരു പശ പോലൊരു വഴുവഴുപ്പുണ്ട്, അത് പോകുന്നതിന് പിന്നെ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് വെള്ളം തിളപ്പിച്ച് ആ വെള്ളത്തിലേക്ക്, ഞാനിപ്പോൾ വെള്ളം തിളപ്പിച്ചിട്ട് അതിനകത്തിലേക്കാണ് ഇടുന്നത്. അപ്പോൾ എളുപ്പമുണ്ടല്ലോ. അപ്പോൾ അതിനകത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് ഊറ്റാറാകുമ്പോഴത്തേന് നമുക്കതിലേക്ക് ഉപ്പ് ചേർത്ത് അത് ഊറ്റിയെടുക്കാവുന്നതാണ്. ഇനി അതിനായിട്ട് ഞാനിവിടെ മുളക് പൊട്ടിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതിനായിട്ട് വറ്റൽമുളകും സവോളയുമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ വറ്റൽമുളക് ഒരു ചെറുതായിട്ടൊന്ന് ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി സവോള നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. സവോള അരിഞ്ഞെടുത്തിട്ട് ഇനി ഇത് നമുക്കൊന്ന് ചതച്ചാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. മിക്സിയിലിട്ട് അടിക്കുകയല്ല, നമുക്ക് ഇടികല്ലിലൊന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്താൽ മതിയാകും. അപ്പോൾ അങ്ങനെ നമുക്കൊന്ന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു ചെറിയ വലിപ്പത്തിൽ, നെല്ലിക്ക വലിപ്പമൊന്നും പറയുന്നില്ല, ചെറിയ വലിപ്പത്തിൽ ഞാൻ ഇതിനകത്തിൽ ഒരു കഷ്ണം പുളിയോട് ആഡ് ചെയ്യുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നമുക്കിതൊന്ന് നന്നായിട്ട് ഒതുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ കാച്ചിലിലൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചമ്മന്തിക്ക്, മുളക് ചമ്മന്തിക്ക്. അപ്പോൾ നമുക്ക് കല്ലിൽ അരച്ചും എടുക്കാം. അപ്പോൾ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ഈ ഇടികല്ലിലിട്ട് ഇടിക്കുന്നതെന്നുള്ളതേ ഉള്ളൂ കേട്ടോ. ശേഷം അതിനകത്തിലേക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണയോട് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എരിവ് കൂടുതലാണ്, അതിനനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതനുസരിച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്, എരിവ് ഒത്തിരി ചേർക്കാതെ. അപ്പോൾ ഇതാ കാച്ചിൽ പുഴുങ്ങിയതും മുളക് പൊട്ടിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ കൂടെ തന്നെ ഞാൻ ഇച്ചിരി കടിഞ്ചായ വെച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്തേക്ക് നമുക്കൊന്ന് തിരിച്ചു പോകാം അല്ലേ. ഇപ്പോൾ കാച്ചിൽ പുഴുങ്ങിയത്, മുളക് പൊട്ടിച്ചത്, അതിൻ്റെ കൂട്ടത്തിൽ ഇച്ചിരി കട്ടൻ ചായയും കൂടെ ആകുമ്പോൾ വൈകുന്നേരം മഴയോടൊക്കെ ആണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ. അപ്പോൾ ദേ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിങ്ങനെ വൈകുന്നേരങ്ങളിൽ കടിഞ്ചായയും അതേപോലെ തന്നെ കാച്ചിൽ പുഴുങ്ങി മുളക് പൊട്ടിച്ചൊക്കെ കഴിക്കാൻ ഇഷ്ടമുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പം എനിക്കിഷ്ടമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. അതേപോലെ തന്നെ ഇത് നമ്മുടെ സ്വന്തം പറമ്പിലുണ്ടായതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ കാച്ചിൽ, അങ്ങനെയുള്ള കപ്പ, ചേമ്പ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണല്ലോ അല്ലേ. അപ്പോൾ ഇനിയുള്ള വൈകുന്നേരങ്ങളിൽ ഇതുപോലെ കാച്ചിലോ കപ്പയോ ചേമ്പോ ചേനയോ എന്തെങ്കിലും ഒന്ന് പുഴുങ്ങി ഇതുപോലെ മുളകൊക്കെ പൊട്ടിച്ച് ചെറിയ കട്ടൻ ചായയൊക്കെ ഇട്ട് ഒന്ന് കുടിച്ച് നോക്കുക കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓക്കെ, ബൈ.